താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ഇനിയും ഇങ്ങനെ വയ്യ, അല്പം കൂടെ വിശാലത. അതെ, അല്പം കൂടെ വിശാലത ആവശ്യം. കൈക്കരുത്തും ആൾബലവും കഠിനാധ്വാനം ചെയ്യുവാനുള്ള മനസ്സും ഒപ്പം കടം വാങ്ങിയ ആയുധവുമായി നേരെ പണിസ്ഥലത്തേക്ക്. പണി തുടങ്ങി, എന്നാൽ അതിന് പൂർത്തീകരണം വരുന്നുമ്പേ ആയുധം നഷ്ടപ്പെട്ടു പോയി. സകല പ്രതീക്ഷകളും അസ്തമിച്ച് തിരിച്ചു പോകുവാൻ കഴിയാതെ മരവിച്ചു നിൽക്കുന്ന പ്രവാചക ശിഷ്യന്മാർ. ആ ശിഷ്യന്മാർക്ക് വേണ്ടി അവരുടെ നഷ്ടപ്പെട്ടു പോയ ആയുധം, നഷ്ടപ്പെട്ടു പോയ ആഴത്തിൽ നിന്ന് തിരികെ നൽകി അവരുടെ പ്രവൃത്തിക്ക് പൂർത്തീകരണവും വാസസ്ഥലത്തിന് വിശാലതയും നൽകിയ ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യം. അത് ഭക്തന്റെ ഉറപ്പാണ്. അതേ, നിങ്ങൾ കടം വാങ്ങി നഷ്ടപ്പെടുത്തി കളഞ്ഞ പലതും തിരികെ പ്രാപിച്ച് തിരികെ കൊടുക്കുന്നവരായി നിങ്ങളെ മാറ്റുന്ന, അവിധത്തിൽ നിങ്ങൾ മാറുന്ന ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യം തന്നെ. ആ തിരികെ പ്രാപിക്കലിന്, നഷ്ടപ്പെട്ടു പോയതിൻ്റെ വീണ്ടെടുപ്പിന് ആ ശിഷ്യന്മാരെ പ്രാപ്തരാക്കി തീർത്ത, അല്ലെങ്കിൽ നിങ്ങളെ അവിധത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ പ്രാപിക്കുവാൻ പ്രാപ്തരാക്കി മാറ്റുന്ന രണ്ട് കാര്യങ്ങൾ. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആ വാക്യങ്ങളുടെ രത്ന ചുരുക്കം ഇതാണ്. ഒരിക്കൽ പ്രവാചകനായ എലീശായുടെ ശിഷ്യന്മാർക്ക് തങ്ങൾ താമസിക്കുന്ന സ്ഥലം തീരെ ഇടുങ്ങിയതായി ഫീൽ ചെയ്യുന്നു. അതൊരു പക്ഷേ പ്രവാചകനായ എലീശാവിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുത പ്രവർത്തികൾ, വീര്യപ്രവർത്തികൾ കണ്ട് അവനൊപ്പം ചേർന്ന് നിൽക്കുവാൻ അനേകർ ദിവസേന കടന്നു വന്ന് ഇവിടെ പാർക്കുന്നത് കൊണ്ട് ആ പാർപ്പിടത്തിന് ഇടം പോരാതെ വന്നതാകാം. എന്തായാലും ആ പാർപ്പിടത്തിന് ഇടം പോരാതെ വന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുമായിരിക്കുന്ന അതേ അവസ്ഥ തന്നെ. ചെറിയ വീടാണ്, പക്ഷെ മക്കൾ വളർന്ന് വലുതായിരിക്കുന്നു. ഇനി അവർക്ക് അവരുടേതായ മുറികളുണ്ടാകണം. അവരുടെ സ്വകാര്യതയെ നമ്മൾ മാനിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് പഠിക്കുവാനും മറ്റു കാര്യങ്ങൾക്കും ഇനി ഒരു മുറിക്കകത്ത് അത് വല്ലാത്ത ഭാരമാണ്, അല്ലേ സഹോദര സഹോദരി? ഈ വീട്ടിനകത്ത് മക്കൾ, വളർന്ന മക്കൾ, ആ ഭാരത്തിന് കർത്താവ് അറുതി വരുത്തുവാൻ പോവുക. താങ്ക് ഗോഡ്. ആ ഇടുക്കം മാറുക, വിശാലത ഉണ്ടാകുവാൻ പോവുക. യേശുവിൻ നാമത്തിൽ ആ ചെറിയ ഭവനത്തിൽ നിന്ന് നീ ആഗ്രഹിക്കുന്ന, നിനക്കും നിന്റെ മക്കൾക്കും ഒരുമിച്ച് സന്തോഷത്തോടെ തട്ടാതെ മുട്ടാതെ ജീവിക്കുവാൻ കഴിയുന്ന സാഹചര്യത്തെ കർത്താവ് ഒരുക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. വന്നു കയറിയ പെങ്കൊച്ചുള്ള വീടാ, ഇനി എല്ലാവർക്കും കൂടെ ഒരു മുറിയിൽ അത് പറ്റത്തില്ല. അതുകൊണ്ട് ആ വിശാലത കർത്താവ് തരുന്നേ. താങ്ക് ഗോഡ്. അപ്പോൾ അവർക്ക് അതൊരാവശ്യമായി മാറി. കുറച്ചുകൂടെ റൂമുകൾ വേണം, അവർ താമസിക്കുന്ന ഇടത്തിന് വിശാലത വേണം. അതിനുവേണ്ടി അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കടം വാങ്ങിയ ആയുധവുമായി നേരെ പുഴക്കരയിലേക്ക് അവിടെ മരം മുറിക്കുവാനായി തുടങ്ങി. എന്നാൽ മരം മുറി തുടങ്ങി അല്പം കഴിഞ്ഞപ്പോൾ തന്നെ ഒരുവൻ്റെ കയ്യിൽ നിന്ന് മരം മുറിക്കുന്ന ആയുധമായ കോടാലി താഴെ പോയി. താഴെ എവിടെ? നദിയിൽ വീണുപോയി. നദിയുടെ ആഴത്തിലേക്ക് മുങ്ങിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചു നിൽക്കുന്ന ശിഷ്യന്മാർ, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ തന്നെ കടം വാങ്ങി പലതും ചെയ്തു. വീട് വച്ചു, ലോൺ എടുത്താ അടയ്ക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ജോലി കയ്യിലുണ്ടല്ലോ, പക്ഷേ ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു. കൊറോണ വന്നപ്പോൾ വണ്ടിക്ക് ഓട്ടമില്ല. കൊറോണ വന്നപ്പം പണിയില്ല. ഉണ്ടായിരുന്ന പണികളൊക്കെ നഷ്ടപ്പെട്ടു പോയി. എന്തു ചെയ്യും? എങ്ങനെ തിരിച്ചടയ്ക്കും? നിങ്ങളുടെ മുഖം കണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ സഹായിച്ചു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ. ആ ഉറപ്പിൽ ആ സ്ഥാപനം തുടങ്ങി, ആ കച്ചവടം തുടങ്ങി, ആ രാജ്യത്തേക്ക് കടന്നുപോയി. പക്ഷേ കടം വാങ്ങിയതും പലിശക്കെടുത്തതും ചേർത്ത് വെച്ചതും എല്ലാം നഷ്ടപ്പെട്ടു. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് പ്രവാചക ശിഷ്യന്മാരായിരിക്കുന്ന അതേ അവസ്ഥയിൽ അല്ലേ? ആ നഷ്ടപ്പെട്ടതിനെ അതിനെ കർത്താവ് തിരിച്ചു തരിക. ഇന്ന് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയിപ്പിക്കുവാൻ, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാക്കുവാൻ നിങ്ങൾ പലരിൽ നിന്നും വാങ്ങി നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെ കർത്താവ് തിരികെ തരുവാൻ പോവുക. വിശ്വസിക്കുന്നവർ ആമേൻ പറയും. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. അപ്പോൾ ശിഷ്യന്മാർ അങ്ങനെ ഇത് കർത്തവ്യമൂഢരായി നിൽക്കുന്ന സന്ദർഭം ഇവർ അത് തിരികെ പ്രാപിക്കുകയാണ്. അതിന് അവരെ പ്രാപ്തരാക്കിയ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നിങ്ങളെയും അവിധത്തിൽ പ്രാപ്തരാക്കുന്ന 2 കാര്യങ്ങൾ. 1, അഭിക്ഷിതനുമായുള്ള കൂട്ടായ്മ. 2, അവൻ്റെ വാക്ക് വിശ്വസിക്കുവാനുള്ള മനസ്സ്.
ഇത് രണ്ടും അവരുടെ ജീവിതത്തിലുണ്ടായപ്പോൾ എന്താ സംഭവിക്കുന്നത്? 6-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അവരത് പ്രാപിക്കുക. അതെ, നിങ്ങൾ ആ വിടുതൽ പ്രാപിക്കുവാൻ പോകുക. ആ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് നമുക്ക് തുടങ്ങാം. 6-ാം അധ്യായം രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം തന്നെ 7-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആ ഇരുമ്പ് പൊങ്ങി വന്നു, അത് എടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈനീട്ടി അതെടുത്തു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. നഷ്ടപ്പെട്ടു പോയ, ഇവിടെ ആഴത്തിൽ നഷ്ടപ്പെട്ടു പോയ, ഒരിക്കലും തിരിച്ചു കിട്ടുവാൻ സാധ്യതയില്ലാത്ത വിധം ആഴത്തിൽ നഷ്ടപ്പെട്ടു പോയത് തിരികെ വരിക. ആ ഇരുമ്പ് പൊങ്ങി വന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ നഷ്ടപ്പെട്ടു പോയത്, ആഴത്തിൽ നഷ്ടപ്പെട്ടു പോയത് കാണുവാനില്ല. അന്വേഷിച്ചു, കാണുവാനില്ല. അത് നഷ്ടപ്പെട്ടു പോയി. അത് തിരികെ വരിക. നിന്റെ പ്രതീക്ഷകളെ തച്ചു തകർത്ത, നിന്റെ സ്വപ്നങ്ങളെ കരിഞ്ഞുണങ്ങുവാറാക്കിയ, നിന്നെ നിന്ദിതനും അപമാനിതനുമാക്കി തീർത്ത ആ നഷ്ടപ്പെടൽ, ആ നഷ്ടപ്പെട്ടത് അത് തിരികെ വരിക. യെസ്, യേശുവിൻ നാമത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ തൊഴിൽ, ആ ജോലി, ആ വരുമാന മാർഗം അത് തിരികെ വരിക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അത് തിരികെ വരിക, അത് പൊങ്ങി വരിക. ആ ആഴത്തിൽ നിന്ന് അത് പൊങ്ങി വരിക. ഓ അമ്മേൻ, ആ ആഴത്തിൽ നിന്ന് നീ ഒത്തിരി തേടിയിട്ടും കണ്ടെത്തുവാൻ കഴിയാത്തത്. ഓ അമ്മേൻ, ആമേൻ. ഇനി എനിക്കൊരിക്കലും പറ്റത്തില്ല, ഇനി എനിക്കൊരിക്കലും ജോലി കിട്ടത്തില്ല, ജോലി തെണ്ടി ഞാൻ മടുത്തു, ആപ്ലിക്കേഷൻ അയച്ച് ഞാൻ മടുത്തു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞാൻ മടുത്തു, അയ്യോ എന്നെ കൊണ്ട് പറ്റത്തില്ല, മടിച്ചു നിൽക്കുമ്പോൾ കേൾക്ക്, അത് പൊങ്ങി വരിക. നീ തേടിയത്, നീ അന്വേഷിച്ചത്, നഷ്ടപ്പെട്ടു പോയത് അത് പൊങ്ങി വരിക. നിന്റെ വരുമാന മാർഗം, നിന്റെ വാഗ്ദത്തം ആഴത്തിൽ നിന്ന് പൊങ്ങി വരിക. യെസ്, യേശുവിൻ നാമത്തിൽ. ആമേൻ. നീ കടക്കാരനായി തലകുനിക്കുവാൻ ഇടവന്ന ആ സാഹചര്യം, ആമേൻ, അത് നഷ്ടപ്പെട്ടു പോയാ, ആ ഇരുമ്പ് നഷ്ടപ്പെട്ടു പോയാൽ, ആയുധം നഷ്ടപ്പെട്ടു പോയാൽ, ഇന്നത്തെ പോലെയല്ല ഓടിപ്പോയി കോടാലി വാങ്ങുവാൻ കഴിയുന്ന കാലമല്ല. ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ആയുധങ്ങളൊന്നും, ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളൊന്നും അന്നില്ല. ഇസ്രായേലിൻ്റെ ചരിത്രം വേദപുസ്തകത്തിൽ നിന്ന് തന്നെ വായിച്ചു മനസ്സിലാക്കുക. അങ്ങനെയുള്ള സമയത്താ ഒരായുധവും വായ്പ വാങ്ങി പോകുന്നേ. വീട്ടിനകത്തുനിന്ന് അപ്പനപ്പന്മാർ ചേർത്ത് വെച്ചതൊന്നുമില്ല, വിറ്റ് അതിനും പറ്റത്തില്ല. അപ്പോഴാ കടം വാങ്ങി ഇറങ്ങി തിരിച്ചേ അല്ലേ ഉള്ളതെല്ലാം. എന്നിട്ടോ നഷ്ടപ്പെട്ടു പോയി. പ്രതീക്ഷിച്ച് കടന്നു വന്ന ജോലി കിട്ടിയില്ല, ജോലി ചെയ്യുവാൻ കഴിയാതെ മുറിക്കകത്തിരിക്കുക. സഹോദരി, നിന്നോടാ സ്തോത്രം, തിരികെ കൊടുക്കേണ്ടതുണ്ട്. പലരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. അത് തിരികെ തന്ന്, നഷ്ടപ്പെട്ടു പോയത് തിരികെ തന്ന് പലരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ കഴിവുള്ളവളാക്കി, പ്രാപ്തിയുള്ളവളാക്കി എൻ്റെ കർത്താവ് നിന്നെ മാറ്റുക. യെസ്, യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. കടം വാങ്ങിയത് തിരികെ കൊടുക്കുവാൻ തക്കവണ്ണം, ലോൺ എടുത്തത് തിരികെ അടച്ചു തീർക്കുവാൻ തക്കവണ്ണം. ആമേൻ, ആമേൻ. ഉള്ള കിടപ്പാടം കൂടെ പോകുമോ? വിശാലതയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതാ. നല്ലൊരു വീട് വയ്ക്കണം, വാഹനം വേണം, മക്കൾ വളർന്നു വരുന്നുണ്ട്, അവരെ പഠിപ്പിക്കണം, എനിക്ക് പറ്റാത്തതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം, നല്ല വിവാഹം അവർക്ക് വേണം, അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചതാ. ഇപ്പോൾ കയറിക്കിടക്കാനുണ്ടായിരുന്ന കിടപ്പാടം കൂടെ നഷ്ടപ്പെടുമോ എന്ന അവസ്ഥയിലാ, ഭയന്നായിരിക്കുക. ഓ സ്തോത്രം. ആ നഷ്ടപ്പെട്ടു പോയത്, നിന്നെ അവിധത്തിൽ നഷ്ടപ്പെടലിൻ്റെ വക്കീലാക്കിയിരിക്കുന്ന, നഷ്ടപ്പെട്ടു പോയ ചിലത് പൊങ്ങി വരിക. താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. ആമേൻ. ആ ലോൺ അടച്ചു തീർക്കുവാൻ, ജപ്തിയായി തീരാതെ, കടക്കാരനായി നീ തലകുനിക്കുവാൻ ഇടവരാതെ നഷ്ടപ്പെട്ടു പോയ ചിലത് പൊങ്ങി വരിക. ആഴത്തിൽ നിന്ന്, യേശുവിൻ നാമത്തിൽ, ആഴത്തിൽ നിന്ന് ചിലത് പൊങ്ങി വരിക. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആഴത്തിൽ നിന്ന് അത് പൊങ്ങി വരിക. ശത്രു മറച്ചു വെച്ചിരിക്കുന്നത് പൊങ്ങി വരിക. യെസ്, യേശുവിൻ നാമത്തിൽ. ശത്രു ആഴത്തിൽ പിടിച്ചു വെച്ചിരിക്കുന്നത് പൊങ്ങി വരിക. ഓ താങ്ക് ഗോഡ്. ആമേൻ, ആമേൻ, ആമേൻ. നഷ്ടപ്പെട്ടു പോയി ഭർത്താവ്, നഷ്ടപ്പെട്ടു പോയി. തിരികെ കൊണ്ടുവരുവാൻ, സ്നേഹത്തിൽ, ഐക്യതയിൽ പഴയതുപോലെ ഒരുമിച്ച് ജീവിക്കുവാൻ പരമാവധി ശ്രമിച്ചു, കരഞ്ഞു, കാല് പിടിച്ചു, പലരെയും കൂടെ നിർത്തി, പലരെയും കൊണ്ട് പറയിപ്പിച്ചു. ഇപ്പോൾ കോടതി കയറി ഇറങ്ങുക. പ്രതീക്ഷ ആ കൗൺസിലിങ്ങിൽ മാത്രമാണ്. ആരും പറഞ്ഞിട്ട് കേൾക്കാത്തവൻ കൗൺസിലർമാർ പറഞ്ഞാൽ കേൾക്കും എന്നുള്ള പ്രതീക്ഷ. പക്ഷെ അവൻ അതിലും വലിയവനാ. എന്ത് കോടതി, എന്ത് കേസ്, എന്ത് ജഡ്ജി എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുക. നഷ്ടപ്പെട്ടു പോയി, ഒറ്റയ്ക്കായി കരയുക. നഷ്ടപ്പെട്ടു പോയി, തിരികെ പിടിക്കുവാൻ കഴിയാത്ത ആഴത്തിൽ. മാതാപിതാക്കൾ ഒത്തിരി കഷ്ടപ്പെട്ട്, ഒത്തിരി അലഞ്ഞ്, ഒത്തിരി ഞെരുങ്ങി, അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം മാറ്റിവെച്ച് അവർ കടക്കാരിയാക്കി നിനക്കുണ്ടാക്കി തന്ന ജീവിതം നഷ്ടപ്പെട്ടു പോയി. എങ്ങനെ തിരികെ പോകും?
എങ്ങനെ എൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോകും? പിന്നെയും എൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീരാ എങ്ങനെ ഞാൻ മാറും? കരയുക. ആ നഷ്ടപ്പെട്ടു പോയി നിന്റെ കുടുംബ ജീവിതം. അമ്മേൻ, അത് തിരികെ വരിക. പ്രാർത്ഥിക്ക്, അവൻ തിരികെ വരിക. സഹോദര, അവൾ തിരികെ വരിക. നിന്റെ ഭാര്യ മടങ്ങി വരിക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. നഷ്ടപ്പെട്ടു പോയ ആഴത്തിൽ നിന്ന് ശത്രുവായൻ പിടിച്ചു വച്ചിരിക്കുക. ആഴത്തിൽ അതിനെ പിടിച്ചു വച്ചിരിക്കുക. സ്തോത്രം. അത് തിരികെ വരിക. നല്ല ഒഴുക്കുള്ള വെള്ളമാണ്. നീന്തലൊക്കെ അറിയാമായിരിക്കും. അന്നത്തെ കാലത്ത് നീന്തലൊക്കെ പഠിച്ചാലേ പറ്റത്തുള്ളൂ. പക്ഷേ നീന്തുവാൻ പോലും കഴിയാത്ത ആഴമുള്ള പുഴ, ഒഴുക്കുള്ള പുഴ, അടിയൊഴുക്കം കാണണം. മുങ്ങിയാൽ വലിച്ചുകൊണ്ട് പോകും, ഏതെങ്കിലും ചുഴിയിൽ കൊണ്ട് താഴ്ക്കും. അതുകൊണ്ട് ആ ശിഷ്യന്മാർക്ക് ഇറങ്ങുവാൻ പേടി. നഷ്ടപ്പെട്ടു പോയ ആഴം അത്രമാത്രമുള്ളതാ. നഷ്ടപ്പെട്ടു പോയത് അത്രമാത്രം ആഴത്തിലാ. ഇനി തിരികെ കിട്ടുക ഇറ്റ്സ് ഇമ്പോസിബിൾ. എൻ്റെ തലമുറയുടെ ഭാവി അതിരുളിലായി തീർന്നിരിക്കുന്നു. ഇനി തിരികെ കിട്ടത്തില്ല. പ്രായം കഴിഞ്ഞു. നല്ല വിവാഹം നടക്കേണ്ടത് ആ ഒരു പ്രായമുണ്ട്. അത് കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. പല അമ്മമാരും കരയുക. അയ്യോ ദേവദാസനെ, പ്രായം ഇത്രയായി, ഇതുവരെ പഠനം പൂർത്തിയായിട്ടില്ല, പിന്നെ എങ്ങനെ വിവാഹം? ആ സമയത്തിനകത്ത് പഠനം കഴിഞ്ഞാലല്ലേ കെട്ടിച്ചയക്കാൻ പറ്റത്തുള്ളൂ. ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടതാ, പക്ഷെ ഒന്നിനും കഴിയാതെ നഷ്ടപ്പെടലിൻ്റെ വേദനയിൽ മരവിച്ച അവസ്ഥയിലായിരിക്കുക. പ്രിയ അമ്മയെ കേൾക്ക്, കർത്താവ് അതിനെ പൊക്കിയെടുക്കുക. താങ്ക് ഗോഡ്. ശത്രു അതിനെ ആഴത്തിലേക്ക് തള്ളിവിട്ടുവെങ്കിൽ കൈവിട്ടു പോയതിനെ, യേശുവിൻ നാമത്തിൽ കൈവിട്ടു പോയതിനെ കർത്താവ് പൊക്കിയെടുക്കുക. കൈവിട്ടു പോയ നിന്റെ തലമുറയെ കർത്താവ് പൊക്കിയെടുക്കുക. കൈവിട്ടു പോയ നിന്റെ തലമുറയുടെ ഭാവിയെ കർത്താവ് പൊക്കിയെടുക്കുക. കൈവിട്ടു പോയി. ഇനി അവരെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ മക്കളെക്കുറിച്ച് മറ്റുള്ളവർ നിന്നോട് പറയുന്ന കാര്യമാണ്. അവർ കൈവിട്ടു പോയി. അവരിനി പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇനി ആ നശിച്ച കൂട്ടുകെട്ടിൻ്റെ ഒപ്പം നടന്ന് മദ്യപിച്ച് ലോകപ്രകാരം അയ്യോ കൈവിട്ടുപോയി. അവർ കൈവിട്ടു പോയതിനെ തിരികെ തരുന്ന ഒരു ദൈവം. യേശുവിൻ നാമത്തിൽ കൈവിട്ടു പോയ നിന്റെ തലമുറകളെ കർത്താവ് തിരികെ തരിക. കൈവിട്ടു പോയ അവരുടെ വിദ്യാഭ്യാസത്തെ, എങ്ങനെയോ നല്ല പഠിച്ചുകൊണ്ടിരുന്ന പിള്ളേരാ കൈവിട്ടു പോയി പകുതി വഴിയിൽ നിൽക്കുക, എങ്ങോട്ട് പോകണം എന്ന് അറിയാതെ കർത്താവ് അതിനെ പൊക്കിയെടുക്കുക. കൈവിട്ടു പോയതിനെ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആ ആഴത്തിൽ നിന്നും നീ അതിൻ്റെ കരയ്ക്കൽ നിൽക്കുക. എങ്ങനെ തിരികെ പിടിക്കും? എങ്ങനെ മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കും? എങ്ങനെ അവർക്ക് നല്ല ഭാവികൾ, എങ്ങനെ അവർക്ക് മുമ്പിൽ നല്ല വഴികൾ തുറക്കപ്പെടും? സ്തോത്രം. നീ നിന്ന് കരയുക. അയ്യോ, ചാടി മുങ്ങിയെടുക്കുവാനുള്ള ആവതില്ല. നീ നിന്ന് കരയുക. ഒന്നും ചെയ്യുവാൻ കഴിയാതെ നിന്ന് കരയുക. അത് പൊങ്ങി വരിക. സ്തോത്രം. കൈവിട്ടു പോയ തലമുറകളുടെ ഭാവി പൊങ്ങി വരിക. അവരുടെ വിദ്യാഭ്യാസം പൊങ്ങി വരിക. അവരുടെ ജീവിതം പൊങ്ങി വരിക. മുങ്ങിപ്പോയിടത്തു നിന്ന്, രോഗത്തിൽ മുങ്ങിപ്പോയിടത്തു നിന്ന് സ്തോത്രം ആരോഗ്യം തിരികെ വരിക. സൗഖ്യമാകാം. താങ്ക് ഗോഡ്. ആമേൻ. രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. നീ ഒത്തിരി തേടിയിട്ടും ഡോക്ടർമാരെ കൊണ്ട് ഒത്തിരി തേടിപ്പിച്ചിട്ടും കണ്ടെത്തുവാൻ കഴിയാത്ത ആ ആരോഗ്യം യേശുവിൻ നാമത്തിൽ അത് തിരികെ വരിക. ആ നെഞ്ചിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക. ആ ബ്ലോക്ക് മാറുക. യേശുവിൻ നാമത്തിൽ നിന്റെ ഹൃദയം ശക്തമായി പമ്പ് ചെയ്തു തുടങ്ങിയ അതിൻ്റെ ഭിത്തികൾക്ക് ബലമില്ല, അതുകൊണ്ട് പമ്പിങ് നടക്കുന്നില്ല. അതാണ് ഡോക്ടർ പറഞ്ഞ കാരണം. ആ കാരണത്തിന് പരിഹാരമല്ല, ആ പമ്പിങ്ങിന് ശക്തിയില്ലാത്ത ഹൃദയ ധമനികളെ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആ ദൈവത്തിൻ്റെ അതേ ആത്മാവിനാൽ ഇപ്പോൾ നിന്നോട് വിളിച്ചു പറയുക, ആ ഭിത്തികൾക്ക് ബലമുണ്ടാകുക. നിന്റെ ഹൃദയ ഭിത്തികൾക്ക് ബലമുണ്ടാകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. ആഴത്തിൽ നഷ്ടപ്പെട്ടു പോയ സൗഖ്യം നിന്റെ ശരീരത്തിലേക്ക് തിരികെ വരിക. കിടക്കയെടുത്ത് നടക്ക. ആമേൻ. വീട്ടിലോട്ട് പോ സഹോദരി. ആമേൻ. ആശുപത്രിയിൽ നിനക്കുള്ള സ്ഥലമല്ല അത്. ആമേൻ. ആഴത്തിൽ നഷ്ടപ്പെട്ടു പോയി ശുശ്രൂഷക, ആഴത്തിൽ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ തേടി നടക്കുക. ശുശ്രൂഷ പോയി. പലരും പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. നിന്റെ ശുശ്രൂഷയൊക്കെ പോയി, ഇനി നിന്നെ ഒന്നിനും കൊള്ളത്തില്ല അല്ലേ? കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുമെന്ന് വിചാരിച്ചതാ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയുമെന്ന് വിചാരിച്ചതാ. പക്ഷേ പറഞ്ഞിറക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുക. അയ്യോ, എന്തു ചെയ്യും?
പ്രതീക്ഷകളെല്ലാം താഴെ പോയി അത് തിരികെ കൊണ്ടുവരികയാണ്. നിന്റെ ആ വിശ്വാസത്തെ കർത്താവ് തിരികെ തരിക, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ കർത്താവ് തിരികെ തരിക, നിന്റെ ഉപവാസത്തെ തിരികെ തരിക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതുണ്ടെങ്കിൽ എല്ലാമായി. ആമേൻ. ആ നഷ്ടപ്പെട്ടു പോയ ബിസിനസ് അത് പൊങ്ങി വരിക. നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ ആ ബിസിനസ് ലാഭത്തിലേക്ക് പൊങ്ങി വരിക. യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ കച്ചവടം കൊണ്ട് തന്നെ, ആ കട കൊണ്ട് തന്നെ, ആ സ്ഥാപനം കൊണ്ട് തന്നെ, ആ വാഹനം കൊണ്ട് തന്നെ നീ ജീവിക്കുവാൻ പോവുക. ആമേൻ. അപ്പോ ആഴത്തിൽ നഷ്ടപ്പെട്ടു പോയി, ആഴത്തിൽ നഷ്ടപ്പെട്ടു പോയി തിരികെ പ്രാപിക്കുമാറാക്കിയ ഒന്നാമത്തെ കാര്യം അഭിക്ഷുദ്ധനുമായുള്ള കൂട്ടായ്മ. 6-ാം അധ്യായം 3-ാമത്തെ വാക്യം, രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകമാണ് കേട്ടോ. ഈ ശിഷ്യന്മാർ തങ്ങൾ താമസിക്കുന്ന സ്ഥലം പോരാ, അവിടെ ഇടുക്കമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിൻ്റെ വിശാലത വരുത്തുവാൻ വേണ്ടി കൈക്കരുത്തും മനോബലവും അധ്വാനിക്കാനുള്ള മനസ്സും ഒപ്പമുള്ളവരെല്ലാം ചേർന്ന് ആയുധവും കടം വാങ്ങി പോകുകയല്ല ചെയ്ത്, പിന്നെ അവരുടെ യാത്രയിൽ എലീശ എന്ന പ്രവാചകനെ, അഭിഷിക്തനെ കൂടെ കൂട്ടി. കൂട്ടായ്മ, ദൈവവുമായുള്ള കൂട്ടായ്മ. പ്രിയരെ, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ആ ചെയ്യലിനൊരു പൂർത്തീകരണം വരണമെങ്കിൽ ദൈവവുമായുള്ള ഒരു കൂട്ടായ്മ നിങ്ങൾക്ക് ആവശ്യം. ദൈവത്തിൻ്റെ ഭക്തന്മാരുമായുള്ള ഒരു കൂട്ടായ്മ നിങ്ങൾക്ക് ആവശ്യം. ഈ ലോകത്തിൽ കൂട്ടായ്മയാണ് സ്വർഗത്തിലെ ദൈവവുമായി നിങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുന്നത്. ഈ ലോകത്തിൽ നിങ്ങൾ ശക്തമായൊരു കൂട്ടായ്മയ്ക്കൊപ്പമാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കൊപ്പമുണ്ട്. താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാഹചര്യം നോക്കാതെ, അവസ്ഥ നോക്കാതെ ശക്തമായൊരു കൂട്ടായ്മയ്ക്കൊപ്പമായിരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. ആ പ്രവാചകൻ കൂടെ പോവുക. സ്തോത്രം. അപ്പോൾ കൂട്ടായ്മയുടെ ബേസ് ഇതാണ്, കൂടെ പോകുന്ന കൂട്ടായ്മ. അവരെവിടേക്കാണ് പോകുന്നത്? കഠിനാധ്വാനം ചെയ്യുവാനാണ് പോകുന്നത്. അവർ കഷ്ടപ്പെടാൻ വേണ്ടി പോവുക. അതിനൊപ്പം കൂടെ പോകുന്ന കൂട്ടായ്മ, അതാണ് ആവശ്യം. അല്ല ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന, സ്റ്റേജിൽ നിൽക്കുന്ന, കുറ്റം പറയുകയല്ല, അതല്ല കൂട്ടായ്മ മീൻസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വളരെ മനോഹരമായി അപ്പോസ്തലനായ പൗലോസ് കൂട്ടായ്മയെ വിവരിക്കുന്നുണ്ട്. പരസ്പരം തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, അതാണ് കൂട്ടായ്മ. അവിധത്തിൽ നിങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുവാൻ കഴിവുള്ളവരുമായി നിങ്ങൾ യാത്ര ചെയ്യുക. ആ കൂട്ടായ്മയ്ക്കൊപ്പം സ്വർഗത്തിലെ ദൈവം കാണും. ആ കൂട്ടായ്മയുടെ റിസൾട്ടാണ് നഷ്ടപ്പെട്ടു പോയതിൻ്റെ തിരികെ പ്രാപിക്കൽ. നിങ്ങൾക്ക് അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ടോ? ഇന്ന് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന ഈ പ്രതിദിന വചന സന്ദേശത്തിലൂടെ നിങ്ങളോട് സംവാദിക്കുമ്പോൾ ഞങ്ങൾക്കൊപ്പമുള്ളവർക്ക് സന്തോഷത്തോടെ പറയുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസർ ഫാമിലിയെക്കുറിച്ച് തന്നെ ഞങ്ങളുടെ ഏതവസ്ഥയിലും ഏത് സമയത്ത് വിളിച്ചാലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അവസ്ഥയെ അറിഞ്ഞ് ആ കൂട്ടായ്മ, അതാണ് പ്രൈസർ ഫാമിലിയുടെ നിലനിൽപ്പും. ഇത്രമാത്രം സാക്ഷ്യങ്ങളെ പ്രൈസർ ഫാമിലി കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവിധത്തിൽ സാക്ഷികളിൽ ഒരാളായി നിങ്ങൾ മാറിയിരിക്കുന്നത്, അതുമല്ലെങ്കിൽ നിങ്ങൾ മാറുവാൻ പോകുന്നത്. അപ്പോൾ പരസ്പരം ഭാരങ്ങളെ വഹിക്കുവാനുള്ള നമ്മുടെ അവസ്ഥ അറിഞ്ഞ്, നമ്മുടെ സാഹചര്യം അറിഞ്ഞ്, അത് ഒരല്പം പാടുള്ള കാര്യമാണ്. ഞാൻ കൂടെ ഉണ്ടെന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ കൂടെ വരാൻ പാടാണ്. ആമേൻ. പഴയ നിയമ കാലഘട്ടത്തിൽ കൂടെ ഉണ്ടെന്ന് പറയുന്ന പുരോഹിതന്മാരും മതത്തിൻ്റെ വക്താക്കളുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരിക. എങ്ങനെ? ദാസരൂപമെടുത്ത്. എന്തിനാ ദാസരൂപമെടുത്തത്? ഇവിടെ പാപത്താൽ പിടിക്കപ്പെട്ട് ദാസന്മാരായി മാറിയ ജനം അവരുടെ അടുക്കലേക്കാണ് വരുന്നത്. അവരുടെ അടുക്കലേക്ക് വരുമ്പോൾ രാജാവായി വന്നിട്ട് കാര്യമില്ല, മറ്റെന്തെങ്കിലും ശ്രേഷ്ഠമായ പദവികളുള്ള വ്യക്തിയായി വന്നിട്ടോ തത്വജ്ഞാനിയായിട്ട് വന്നിട്ടോ കാര്യമില്ല. പിന്നെ ദാസനായി വരണം. അത് എത്രത്തോളം അതിന് വ്യാപ്തി ഉണ്ടെന്ന് ചോദിച്ചാൽ, തൻ്റെ തുവർത്തെടുത്ത് അരയിൽ കെട്ടി ശിഷ്യന്മാരുടെ കാൽ കഴുകി, അത്രത്തോളം അവിടെയാണ് കൂട്ടായ്മ ഉണ്ടാകുന്നത്. ആമേൻ. നിങ്ങൾക്കൊപ്പം, നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞു, നിങ്ങളുടെ സാഹചര്യം അറിഞ്ഞു, നിങ്ങൾക്കൊപ്പമുള്ളവർക്കൊപ്പം സഞ്ചരിക്കുക. അങ്ങനെ ഒരു കൂട്ടായ്മ നിങ്ങൾക്കുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കൊപ്പം കാണും. അതിൻ്റെ റിസൾട്ടാണ് അവരുടെ നിലവിളിക്ക് മറുപടി ഉണ്ടാകുവാനിടയായി തീർന്നത്. യേശുവിൻ നാമത്തിൽ. അവിടെ നോക്കിയ 5-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോളണേ. എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം, യജമാനനെ
അത് വായ്പ വാങ്ങിയതായിരുന്നു. ആ മനുഷ്യൻ നിലവിളിക്കുക, അയ്യോ കഷ്ടം യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു. കേൾക്കുവാൻ തങ്ങളുടെ അവസ്ഥകൾക്കൊപ്പം നിൽക്കുന്ന ഒരു യജമാനൻ, പ്രവാചകൻ, അഭിഷിക്തൻ അവിടെ ഉണ്ടായിരുന്നു. ആ നിലവിളി കേൾക്കുവാൻ ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. ആ നിലവിളിക്ക് ഉത്തരം നൽകുവാൻ തക്കവണ്ണം അവനെ ദൈവം പ്രാപ്തനുമാക്കി. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് നിങ്ങൾക്കൊപ്പം നിൽക്കുവാൻ കഴിവുള്ളവരുമായുള്ള കൂട്ടായ്മ. 1, ആ കൂട്ടായ്മയ്ക്കൊപ്പം ദൈവം കാണും. 2, ആ കൂട്ടായ്മയിൽ നിങ്ങൾ നിലവിളിക്കുമ്പോൾ നിങ്ങളുടെ നിലവിളി നിങ്ങൾക്കൊപ്പമുള്ളവൻ കേൾക്കും. നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ ഒരുപാട് പേർ കാണും. പക്ഷെ നിങ്ങളുടെ ദുഃഖത്തിൽ, നിങ്ങളുടെ നിലവിളിക്ക് ഒരു മറുപടി തരുവാൻ, ആ നിലവിളിയുടെ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പ്രവർത്തിക്കുവാൻ ഒരാൾ, അതാണ് കൂട്ടായ്മയിലൂടെ ആവശ്യമുള്ളത്. അപ്പോൾ പ്രവാചകനിലൂടെ ദൈവം പ്രവർത്തിക്കുക. നിലവിളി പ്രവാചകൻ കേട്ടു. 2, അവർ ആ അഭിഷിക്തനിൽ വിശ്വസിച്ചു. 6-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ഈ വിശ്വസിച്ചു എന്ന് പറയാൻ കാരണം അവിടെ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ പ്രവാചകൻ വന്നിട്ട് നിലവിളി കേട്ട് പ്രവാചകൻ വരുന്നു, ഒരു കമ്പ് വെട്ടി വെള്ളത്തിലിടുന്നു. ആ പ്രവാചകനൊപ്പം അവൻ്റെ ലോജിക്കില്ലാത്ത പ്രവൃത്തിയെ കണ്ടു നിൽക്കുവാൻ, ആ പ്രവൃത്തിക്കൊപ്പം നിൽക്കുവാൻ ശിഷ്യന്മാർ തയ്യാറായി. ഒരുപക്ഷെ നമ്മുടെ ആവശ്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ, ഇപ്പോൾ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങൾ വിളിക്കുന്നു, നിങ്ങളൊരു വലിയ പ്രശ്നത്തിന് മധ്യത്, ഭയങ്കരമായ കടഭാരം, നാളെ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയല്ലാതെ വേറെ വഴിയില്ല. ഇതാണ് സാഹചര്യം. ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുന്നു. തലേദിവസം രാത്രി വിളിക്കുക, ദേവദാസനെ കടത്തിലാണ്, ഭയങ്കര പ്രശ്നമാണ്, പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ മറുപടി എന്താ? സിസ്റ്ററെ, സഹോദര, ധൈര്യമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കാം, കർത്താവ് പ്രവർത്തിക്കും. പക്ഷെ നിങ്ങളുടെ ആവശ്യവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ എൻ്റെ മറുപടി അത്ര തൃപ്തികരമായിരിക്കത്തില്ല. കാരണം ആവശ്യവും ഒപ്പോ, എന്നാൽ മറുപടിയോ പ്രാർത്ഥിക്കാം, സാധാരണ കാര്യമാണ്. പക്ഷെ ആ സാധാരണ കാര്യത്തെ ശിഷ്യന്മാർ വിശ്വസിച്ചു. എടവാ, ഈ കോടാലി പോയത് എവിടെയാ? ആഴത്തിലാണ് പോയത്. ശിഷ്യന്മാരെ തൃപ്തരാക്കണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാൽ, നമുക്ക് തൃപ്തി വരണമെങ്കിൽ പ്രവാചകൻ ഉടുപ്പും പാൻറ്റും ഒക്കെ ഊരി ഷൂസും ഒക്കെ മാറ്റി വെച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടണം, ചാടി കോടാലിയുമായി പൊങ്ങി വരണം, അല്ലേ? അതല്ലേ നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന കാര്യം. പക്ഷെ പ്രവാചകൻ എന്താ ചെയ്യുന്നത്? ഒരു കമ്പ് വെട്ടി വെള്ളത്തിൻ്റെ മുകളിലിടുന്നു, പ്രാർത്ഥിക്കാമെന്ന് പറയും പോലെ. പക്ഷേ താങ്ക് ഗോഡ്, അവർ കമ്പ് വെട്ടിയിടുന്നത് കണ്ടിട്ട് പ്രവാചകനെ തെറി വിളിക്കാനോ പ്രവാചകനെ പരിഹസിക്കാനോ കളിയാക്കാനോ നിന്നില്ല. മറിച്ച് അവർ പ്രവാചകനൊപ്പം നിന്നു. അതുകൊണ്ട് പൊങ്ങി വരുന്ന ഇരുമ്പ് കൈകൊണ്ടെടുക്കുവാൻ അവർക്ക് സാധിച്ചു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കാമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒപ്പം നിന്നാൽ പൊങ്ങി വരുന്നത് നീ കൈകൊണ്ടെടുക്കും. നഷ്ടപ്പെട്ടു പോയത് പൊങ്ങി വരും, നീ കൈകൊണ്ടെടുക്കും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നഷ്ടപ്പെട്ടു പോയ ചിലത് പൊങ്ങി വരിക, നിനക്ക് കൈകൊണ്ടെടുക്കുവാൻ. ആമേൻ. സഹോദര, നിനക്ക് കൈകൊണ്ടെടുക്കുവാൻ, നീ കൈ നീട്ടി അത് എടുക്കുവാൻ പോകുക. ദൂത, നീ കൈ നീട്ടി ആഴത്തിൽ നഷ്ടപ്പെട്ടു പോയ അതിനെ എടുക്കുവാൻ പോകുക. നീ കൈ നീട്ടി പിന്നെയും ശമ്പളം വാങ്ങുവാൻ പോകുക. താങ്ക് ഗോഡ്. സഹോദരി, നിന്റെ ഭർത്താവിന്റെ ശമ്പളം നീ കൈ നീട്ടി വാങ്ങുവാൻ പോകുക. സഹോദര, നീ ആ ലോൺ അടച്ചു തീർക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അവധിക്ക് വേണ്ടി യാചിച്ചു തലകുനിച്ച് ഇറങ്ങി വന്ന് അതേ ആ ബാങ്കിൽ നീ കടന്നുപോയി ലോൺ അടച്ചു സന്തോഷത്തോടെ നീ ഇറങ്ങി വരുവാൻ പോകുക. സ്തോത്രം. ആ ലോൺ ക്ലോസ് ആകുക. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വസിക്കുന്നവർ കൈനീട്ടി എടുക്കുവാൻ പോകുക. ആമേൻ. നിങ്ങളുടെ ബുദ്ധിയെ തൃപ്തിപ്പെടുത്തുന്നതൊന്നുമില്ല, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ പ്രവർത്തിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. പ്രവാചകൻ കമ്പ് വെട്ടിയിടുമ്പോൾ ഇരുമ്പ് മുകളിൽ വരും. പ്രവർത്തിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ആമേൻ. ദൈവം പ്രവർത്തിച്ചാൽ ഒരാഴത്തിനും ആ ഇരുമ്പിനെ, ആയുധത്തെ പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. ഒരാഴത്തിനും നിന്റെ ജീവിതത്തെ പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. നിന്റെ ഭർത്താവിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. ഒരു ബന്ധത്തിനും, ഒരു സ്ത്രീക്കും, ഒരു കൂട്ടുകെട്ടിനും, ഒരു മദ്യത്തിനും, ഒരു ഉഡായിപ്പ് പരിപാടിക്കും നിന്റെ ഭർത്താവിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. താങ്ക് ഗോഡ്. അവൻ പുറത്തു വരിക. ആമേൻ. സഹോദരി, നിന്റെ ഭർത്താവ് പുറത്തു വരിക. ആ ബന്ധത്തിൽ നിന്ന് നിന്റെ ഭർത്താവ് പുറത്തു വരിക. ആ മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകളിൽ നിന്ന് നിന്റെ ഭർത്താവ് പുറത്തു വരിക. താങ്ക് ഗോഡ്. ആമേൻ, ആമേൻ, ആമേൻ. സഹോദര, പ്രാർത്ഥിക്കും. നിന്റെ ഭാര്യ പുറത്തു വരിക. യേശുവിൻ നാമത്തിൽ ആ കൂട്ടുകെട്ടുകളിൽ നിന്ന് നിന്നെക്കാൾ വരി മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്ത് അവരുടെ വാക്കുകൾ കേട്ട് ജീവിക്കുന്ന,
ആ അവസ്ഥയിൽ നിന്ന് അവൾ പുറത്തു വരിക, ആ ആഴത്തിൽ നിന്ന് അവൾ പുറത്തു വരിക. നീ കൈനീട്ടി പിടിക്കുവാൻ പോകുക നിന്റെ കുടുംബ ജീവിതത്തെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമ്മയെ പ്രാർത്ഥിക്കുക. നിന്റെ മക്കൾ പുറത്തു വരിക, ആ ആഴത്തിൽ നിന്ന് തന്നെ, അവർ വീണ് തകർന്നുകൊണ്ടിരിക്കുന്ന ആഴത്തിൽ നിന്ന് തന്നെ. ഓ ആമേൻ, അവർ പുറത്തു വരിക. നീ കൈനീട്ടി അവരെ പിടിച്ചെടുക്കുവാൻ പോവുക. ഓ പിന്നെയും നീ അവരെ പിടിച്ചെടുക്കുവാൻ പോവുക. നിന്റെ കൈക്കുള്ളിൽ നിന്റെ മക്കൾ നിൽക്കുവാൻ പോവുക. അമ്മേൻ, അമ്മ പപ്പ എന്ന് വിളിച്ച് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൈക്കുള്ളിൽ നിൽക്കുവാൻ പോവുക. ആഴത്തിൽ നിന്ന് അവർ പൊങ്ങി വരിക, ആ കൂട്ടുകെട്ടുകളിൽ നിന്ന് അവർ പൊങ്ങി വരിക, ആ മദ്യപാന വെറിക്കുത്തുകളിൽ നിന്ന് അവർ പൊങ്ങി വരിക, ആ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് അവർ പൊങ്ങി വരിക, ആ പരാജിതരുടെ കൂട്ടത്തിൽ നിന്ന് അവർ പൊങ്ങി വരിക. യെസ്, അവിടെ പിടിച്ചു വച്ച ആ പരാജയത്തിന് ഇനി അവരെ പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. കാരണം നീ കേൾക്കുന്ന വാക്കിന് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നിലൂടെ കേൾക്കുന്ന ഈ ശബ്ദത്തിനൊപ്പം ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ ആഴത്തിൽ നിന്ന് അവർ പുറത്തു വരിക. ആമേൻ. അത് പുറത്തു വരുമെന്നേ, വലിയ ഐഡിയോളജി ഒന്നും വേണ്ട. ഒരു കൂട്ടായ്മ, തമ്മിൽ ഭാരങ്ങളെ വഹിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു കൂട്ടായ്മ, അവസ്ഥ അറിഞ്ഞ് പ്രാർത്ഥിക്കുവാനുള്ള ഒരു മനസ്സ്, ബാക്കി ദൈവം പ്രവർത്തിച്ചോളും. ഇതാ പ്രൈസർ ഫാമിലിയുടെ നിലനിൽപ്പ്. നിങ്ങൾ അതിൻ്റെ റിസൾട്ട് അനുഭവിക്കാൻ പോകുന്നേ. അപ്പോൾ ആ കടക്കണി കൊടുത്തു തീർക്കുവാൻ കഴിയാത്ത അവസ്ഥ, അതിന് കർത്താവ് മാറ്റം വരുത്തുവാൻ പോകുക. ആ കടക്കണിയിൽ നിന്ന് നിന്നെ കർത്താവ് ഊരിയെടുക്കുവാൻ പോകുക. ഓ ആമേൻ, ആമേൻ. അവിടെയും കടം, ഇവിടെയും കടം. കടം വാങ്ങിച്ച് തുടങ്ങി, അത് വലിയ കടം. കടം വാങ്ങിയവരുടെ കടം, അത് പെരുകിക്കൊണ്ടിരിക്കുന്ന കടം. അയ്യോ, ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുവാൻ പോവുക. അപ്പോൾ കൂട്ടായ്മ, വിശ്വാസം, അതിനായിട്ട് കർത്താവ് നിങ്ങളെ ഒരുക്കട്ടെ. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേര് ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക. അതുപോലെ തന്നെ ഈ മെസ്സേജ് ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക. ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യാം. പറഞ്ഞതുപോലെ പരസ്പരം ഭാരങ്ങളെ വഹിക്കുന്ന ആ കൂട്ടായ്മയുടെ അനുഭവം നിങ്ങൾക്കുണ്ടാകും. പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരും. ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് കേട്ട് അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. എല്ലാ ഞായറാഴ്ചയും 10 മുതൽ ഞങ്ങളുടെ സഭാരാധനയും ലൈവ് സ്ട്രീം യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആരാധനയ്ക്ക് പോകുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ അതിനൊപ്പം പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്ത് താഴെ പോയതിനെ പൊക്കിയെടുക്കാം. എന്നാൽ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പലതും നഷ്ടപ്പെടുത്തി വലിയ കടബാധ്യതകളുടെ മധ്യത്തിലായിരിക്കുന്നവർ, അപ്പോൾ ആ കടഭാരങ്ങളിൽ നിന്ന് എന്നെ കേൾക്കുന്നവർ പുറത്തു വരട്ടെ. സകല കടബാധ്യതകൾ മാറട്ടെ. ആ കുരുക്കഴിയട്ടെ, ആ കെട്ട് പൊട്ടട്ടെ. യെസ്, കടത്തിൽ ഇവരെ കെട്ടിക്കളഞ്ഞ വെല്ലുവിളികൾ അഴിയട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. നല്ല ജോലികൾ ഉണ്ടാകട്ടെ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. തൊഴിൽ മേഖലയ്ക്ക് വിരോധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ജോലി ഉണ്ടാകട്ടെ. ഓ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട തൊഴിലിടങ്ങൾ, അമ്മേൻ, പ്രൊമോഷനുകൾ, സാലറി വർധനവ്, യെസ്, യേശുവിൻ നാമത്തിൽ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. എല്ലാ രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സകല രോഗബന്ധനവും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. ഞെരുക്കങ്ങൾ മാറട്ടെ. വിശാലത ഉണ്ടാകട്ടെ. ഓ താങ്ക് ഗോഡ്, വിശാലത ഉണ്ടാകട്ടെ. ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ ഭവനങ്ങൾ വയ്ക്കട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വസ്തുക്കൾ വിൽക്കട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ഓ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യയും ഭർത്താവും സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. നഷ്ടപ്പെട്ടു പോയിടത്തു നിന്ന് അത് തിരികെ വരട്ടെ. ആമേൻ, ആമേൻ. ഓ താങ്ക് ഗോഡ്. തലമുറകളുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ, വർദ്ധിക്കട്ടെ, വർദ്ധിച്ചു പെരുകട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തലമുറയുടെ വിദ്യാഭ്യാസം, അവരുടെ മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ. വിദ്യാഭ്യാസത്തിന് മേൽ കയറ്റിവെച്ച മുഖങ്ങൾ ഒടിയട്ടെ. റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. മത്സര പരീക്ഷകൾ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. അഡ്മിഷനുകൾ ലഭിക്കട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. തലമുറകളെ പഠിപ്പിക്കുവാനുള്ള വഴികൾ തുറക്കപ്പെടട്ടെ. വിദ്യാഭ്യാസ ലോണുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ. ആ ലോണുകൾ സാങ്ഷൻ ആകട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ. കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ, തിരികെ കൊടുക്കുവാൻ കഴിയാതെ കടക്കാരാൽ കേസുകളിൽ പെട്ടായിരിക്കുന്നവർ തിരികെ കൊടുക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ.
ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതിവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ തിരികെ പ്രാപിക്കലിൻ്റെ ആ നല്ല ദിവസമായി മാറി കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനലിലൂടെ ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.